എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ട് ചിലരുടെ ജീവിതത്തിൽ എല്ലാം എളുപ്പത്തിൽ നടക്കുന്നു, എന്നാൽ ചിലർ എത്ര ശ്രമിച്ചാലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല? ഇത് വെറും പരിശ്രമത്തിൻ്റെ മാത്രം കാര്യമാണോ? അല്ലെങ്കിൽ ഭാഗ്യം എന്നൊരു അദൃശ്യ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണോ? സത്യത്തിൽ ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം വെറും കണ്ണുകൾ കൊണ്ട് കാണാനാവുന്ന കാര്യങ്ങളല്ല. ചില ദൈവിക ശക്തികൾ, ചില ഊർജങ്ങൾ, ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തെ നിശബ്ദമായി സ്വാധീനിക്കുന്നു. അത്തരം ദൈവിക ഊർജം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്ന ദിവസങ്ങളിലൊന്നാണ് അക്ഷയ തൃതീയ. അക്ഷയം എന്നത് ഒരിക്കലും ക്ഷയിക്കാത്തത്, കുറയാത്തത് എന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആണ് അർത്ഥം. അന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നല്ല പ്രവൃത്തി പോലും ഭാവിയിൽ വലിയ അനുഗ്രഹമായി മാറുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ഈ ഒരു ദിവസം സ്വർണം വാങ്ങാനും പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ദാനം ചെയ്യാനും പ്രാർത്ഥിക്കാനും ഏറ്റവും അനുയോജ്യമായ ദിനമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഒരു രഹസ്യം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഒരേ രീതിയിൽ ഈ ദിനത്തിന്റെ ഫലം ലഭിക്കില്ല. ചിലർക്ക് ഇതൊരു സാധാരണ ദിനമായിരിക്കും, എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ അക്ഷയ തൃതീയ ദിനം അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു. വർഷങ്ങളായി അവർ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഒരു അവസാനവും സാമ്പത്തികമായി ഉയരാനുള്ള ഒരു പുതിയ വഴിയും അപ്രതീക്ഷിതമായി ഭാഗ്യം തുറക്കുന്ന ഒരു സമയവുമാണ് വരാൻ പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ അത്തരത്തിൽ ഭാഗ്യം തുറക്കാൻ പോകുന്ന 9 നക്ഷത്രങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഏറ്റവും പ്രധാനമായി ആ ദിനത്തിൽ അവർ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഒരു ചെറിയ വിവരം പോലും മതിയാകും. ഇപ്പോൾ ഈ ദൈവീക ദിനത്തിന്റെ ആഴത്തിലുള്ള രഹസ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അക്ഷയ തൃതീയ ഇത് വെറുമൊരു വിശ്വാസമല്ല, അത് ഒരു അനുഭവമാണ്. നമ്മുടെ മുൻഗാമികൾ, ആചാര്യന്മാർ, ജ്യോതിഷ പണ്ഡിതന്മാർ എല്ലാവരും ഒരേ കാര്യം പറയുന്നു: ഈ ദിനത്തിൽ ആരംഭിക്കുന്ന നല്ല കാര്യങ്ങൾ ഒരിക്കലും നശിക്കില്ല എന്ന്. കാരണം ഈ ദിവസം സൂര്യനും ചന്ദ്രനും അവരുടെ ശക്തിയുടെ ഉച്ചസ്ഥായിയിൽ എത്തുന്ന സമയമാണ്. അതായത് മാനസികവും ഭൗതികവുമായ ഊർജങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു അപൂർവ ഘട്ടം. ഈ സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ആഗ്രഹിക്കുന്നു, അതെല്ലാം വളരെ ശക്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിനാലാണ് ചിലർക്ക് ഈ ദിവസം അത്ഭുതകരമായ ഫലങ്ങൾ നൽകുന്നത്. അടുത്തതായി ഈ അക്ഷയ തൃതീയ ദിനത്തിൽ വളരെയധികം നല്ല ഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം. മാറ്റത്തിന്റെ തുടക്കമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാർ സാധാരണയായി ജീവിതത്തിൽ വേഗതയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും ആ തീരുമാനങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടാകും. അവരുടെ ജീവിതത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നൊരു പ്രശ്നം എപ്പോഴും ഉണ്ടാകും. എന്ത് തുടങ്ങിയാലും അത് പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഈ അക്ഷയ തൃതീയ ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു റീസെറ്റ് പോലെ പ്രവർത്തിക്കാൻ പോകുന്നു. വർഷങ്ങളായി അവർ അനുഭവിച്ച സാമ്പത്തിക സമ്മർദ്ദം പടിപടിയായി കുറയാൻ തുടങ്ങും. അവർക്ക് പുതിയ അവസരങ്ങൾ തുറക്കും, പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ. ഈ ദിവസം അവർ ചുവപ്പ് നിറം ധരിക്കുന്നത്, സൂര്യനോട് പ്രാർത്ഥിക്കുന്നത്, സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുന്നത്, ഇവയെല്ലാം അവരുടെ ഭാഗ്യശക്തിയെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. അവർക്കൊരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്: അവസരങ്ങൾ വന്നപ്പോൾ ഭയക്കാതെ അത് സ്വീകരിക്കുക എന്നത്. ഇനി അടുത്തതായി തിരുവാതിര നക്ഷത്രം. കുടുംബഭാഗ്യത്തിന്റെ ഉയർച്ചയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് അക്ഷയ തൃതീയ ദിനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. തിരുവാതിര നക്ഷത്രക്കാർ ഇവരുടെ ജീവിതം പലപ്പോഴും കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അവർ സ്വയം സന്തോഷത്തെക്കാൾ കുടുംബത്തിന്റെ സന്തോഷത്തിനാണ് മുൻഗണന നൽകുന്നത്. അതിനാൽ അവരുടെ ഭാഗ്യം വരുമ്പോൾ അത് ഒരാൾക്ക് മാത്രമല്ല, മുഴുവൻ കുടുംബത്തെയും ഉയർത്തുന്ന രീതിയിലായിരിക്കും.
ഈ അക്ഷയ തൃതീയ ദിവസം അവരുടെ വീട്ടിൽ സാമ്പത്തിക സ്ഥിരതയുടെ ഒരു പുതിയ ഘട്ടമാണ് ആരംഭിക്കാൻ പോകുന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, അവസ്ഥകൾ പടിപടിയായി മാറാൻ തുടങ്ങും. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാർ ശിവപൂജ ചെയ്യുന്നത്, അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നത്, ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരാൻ സഹായിക്കും. ഇനി അടുത്തതായി പൂയം നക്ഷത്രം. സമാധാനത്തിന്റെ കാലഘട്ടമാണ് അക്ഷയ തൃതീയ ദിവസത്തോടനുബന്ധിച്ച് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പൂയം നക്ഷത്രക്കാർ മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരാണ്. പക്ഷേ അവരുടെ സ്വന്തം ജീവിതം പലപ്പോഴും പിന്നിലായിരിക്കും. അവർ ചെയ്ത സൽപ്രവർത്തികളുടെ ഫലം ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന സമയമാണ്. ഈ അക്ഷയ തൃതീയ ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തികമായി അവർ സ്ഥിരത നേടും, മനസാന്ത്വനവും ലഭിക്കും. മഞ്ഞ നിറം പൂയം നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവിനോടുള്ള പ്രാർത്ഥന, ധാന്യങ്ങൾ വാങ്ങുന്നത്, ഇവയെല്ലാം അവരുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിപ്പിക്കും. ഇനി അടുത്തതായി അവിട്ടം നക്ഷത്രമാണ്. നിയന്ത്രണത്തിലൂടെ സമ്പത്താണ് ഇവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് വരുമാനക്കുറവല്ല, പക്ഷെ പണം നിലനിർത്താൻ കഴിയാത്തതാണ്. അവർക്ക് വരുമാനം ഉണ്ടാകും, പക്ഷേ അത് എവിടെയോ പോകും, അറിയാതെ ചെലവായി തീരും. ചിലപ്പോൾ അത്യാവശ്യങ്ങളല്ലാത്ത കാര്യങ്ങൾക്കായി പോലും വലിയ തുക ചെലവഴിച്ചിട്ടുണ്ടാകും. പിന്നീട് അവർ തന്നെ ആലോചിക്കും, എന്തിന് ഞാൻ അങ്ങനെ ചെയ്തു എന്നത്. ഇത് അവരുടെ സ്വഭാവത്തിൽ തന്നെ ഉള്ള ഒരു എനർജി ഇംബാലൻസ് ആണ്. എന്നാൽ ഈ അക്ഷയ തൃതീയ ദിനം അവരുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആരംഭിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അവർക്ക് പണം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം രൂപപ്പെടും. ചിലവ് കുറയും, സേവിങ്സ് വർദ്ധിക്കും. ഇത് ചെറിയ മാറ്റമല്ല, ഇതാണ് അവരുടെ ഭാവി തന്നെ മാറ്റാൻ പോകുന്നത്. ശനി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ നീല അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ലോഹവസ്തുക്കൾ വാങ്ങുന്നത്, ഇവയെല്ലാം അവരുടെ ജീവിതത്തിൽ സ്ഥിരതയും സമ്പത്തും കൊണ്ടുവരാൻ സഹായിക്കും. ഇനി അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് വളർച്ച ഇരട്ടിയാകുന്ന ഘട്ടമാണ് അക്ഷയ തൃതീയ ദിനത്തോടനുബന്ധിച്ച് വരാൻ പോകുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും ലേറ്റ് സക്സസ് അനുഭവിച്ചിട്ടുണ്ടാകും. അവർക്ക് കഴിവുണ്ട്, പ്രയത്നമുണ്ട്, പക്ഷേ ഫലം വൈകിയാണ് കിട്ടുന്നത്. അവർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും, എനിക്ക് കിട്ടേണ്ടത് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കിട്ടുന്നുവല്ലോ എന്ന്. പക്ഷെ പ്രകൃതി ഒരിക്കലും അനീതി കാണിക്കില്ല. ശരിയായ സമയത്ത് അവർക്ക് വേണ്ടത് അതിലേറെ തന്നെ ലഭിക്കും. ഈ അക്ഷയ തൃതീയ ദിവസം അവരുടെ ജീവിതത്തിൽ അതേ ഘട്ടമാണ്. ഇത് ഡബിൾ ഗ്രോത്ത് ഫേസ് ആണ്. അവർ ചെയ്യുന്ന ചെറിയ നിക്ഷേപങ്ങൾ പോലും വലിയ ഫലമായി മാറും. ബിസിനസ്, ജോലി, എന്തായാലും വളർച്ചയുടെ വേഗത ഇരട്ടിയാകും. സൂര്യപൂജ ചെയ്യുന്നത്, മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറം ധരിക്കുന്നത്, സ്വർണം അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നത്, ഇവ അവരുടെ ജീവിതത്തിൽ ഭാഗ്യം വളരെയധികം ശക്തമാക്കാൻ സഹായിക്കും. ഇനി അടുത്തതായി അനിഴം നക്ഷത്രക്കാരാണ്. അനിഴം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യത്തിന്റെ വരവാണ് അക്ഷയ തൃതീയ ദിവസത്തോടനുബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ മോശം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ ഈ സമയം അവർക്ക് നല്ല അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ലോട്ടറി ഭാഗ്യം, അതായത് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു വലിയ അവസരം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ ഇത് വെറും ഭാഗ്യം മാത്രമല്ല, ഇത് അവരുടെ മുൻജന്മ സുകൃത ഫലമാണ്. അവർ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഒരു തിരിച്ചടിയാണ്. ഈ ദിവസം വിളക്ക് തെളിയിക്കുക, ദാനം ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇവയെല്ലാം അവരുടെ ഭാഗ്യത്തെ, അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യത്തെ ട്രിഗർ ചെയ്യും. അവർ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, അവസരങ്ങൾ വന്നാൽ അതിനെ തിരിച്ചറിയണം എന്നത് മാത്രം. ഇനി അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുകയാണ് വിശാഖം നക്ഷത്രക്കാർ. വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും പല കഷ്ടതകളും നീണ്ടു നിന്നിട്ടുണ്ടാകും. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ അത് സാക്ഷാത്കരിക്കാൻ അവസരങ്ങൾ ലഭിക്കാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ജോലിയില്ലാത്ത അവസ്ഥ, അതുപോലെ സാമ്പത്തിക തകർച്ച, മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം അവർ ഒരുപാടധികം നേരിട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ അക്ഷയ തൃതീയ ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു ന്യൂ ഓപ്പണിംഗ് ആയിരിക്കും. അവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. അവർ കാണാത്ത വഴികൾ തുറക്കും.
ഒരു ചെറിയ ചാൻസ് പോലും വലിയ മാറ്റത്തിന് കാരണമാകും. മഞ്ഞ നിറത്തിലുള്ള അതുപോലെ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ദൈവസ്മരണ ചെയ്യുന്നതും പഠനോപകരണങ്ങൾ വാങ്ങുന്നതും ഇവയെല്ലാം വിശാഖ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കും. ഇനി അടുത്തതായി ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്കുള്ള ദിവസമാണ് അക്ഷയ തൃതീയ ദിവസം. ചോതി നക്ഷത്രക്കാർ ജീവിതത്തിൽ പലതവണ ശ്രമിച്ചിട്ടും പരാജയങ്ങൾ നേരിട്ടവരാണ്. അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും എനിക്ക് എന്തുകൊണ്ടൊന്നും ശരിയാവുന്നില്ല എന്ന്. പക്ഷെ ഒരു കാര്യം അവർ മനസ്സിലാക്കണം, പരാജയങ്ങൾ വിജയത്തിന് മുന്നോടിയാണ് എന്നത്. ഈ അക്ഷയ തൃതീയ ദിവസം അവരുടെ ജീവിതത്തിൽ ആ മാറ്റം ആരംഭിക്കുന്നു. ഇതുവരെ ഉണ്ടായ എല്ലാ തടസ്സങ്ങളും പടിപടിയായി മാറും. അവർക്ക് ആത്മവിശ്വാസം തിരികെ ലഭിക്കും. ലക്ഷ്മി പൂജ ചെയ്യുന്നതും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും അലങ്കാര വസ്തുക്കൾ വാങ്ങുന്നതും ഇവയെല്ലാം അവരുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരാൻ സാഹചര്യമൊരുക്കും. ഇനി അടുത്തതായി ആയില്യം നക്ഷത്രം. മോചനത്തിന്റെ സമയമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. ആയില്യം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കണ്ടവരാണ്. സാമ്പത്തികമായും മാനസികമായും ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർ നേരിട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാകും ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരുമെന്ന്. പക്ഷേ ഈ അക്ഷയ തൃതീയ ദിവസം അവരുടെ ജീവിതത്തിലൊരു റിലീസ് ഫേസ് ആണ്. അതായത് അവർ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്ന സമയം. നാഗദേവതയെ പ്രാർത്ഥിക്കുന്നതും പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഭൂമി അല്ലെങ്കിൽ സ്വർണം പോലെയുള്ളവ വാങ്ങുന്നതും ഇവയെല്ലാം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ടാകും, ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് മാത്രമാണോ ഭാഗ്യം ഉണ്ടാവുക എന്നത്? അല്ലെങ്കിൽ ഈ ദിവസത്തിന്റെ ശക്തി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നിട്ടുണ്ടാകും. സത്യത്തിൽ അക്ഷയ തൃതീയ എന്നത് ഒരു യൂണിവേഴ്സൽ എനർജി വിൻഡോ ആണ്. അതായത് ആ ദിവസം ബ്രഹ്മാണ്ടത്തിലെ പോസിറ്റീവ് വൈബ്രേഷൻ ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്ന സമയം. ഈ സമയത്ത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും സാധാരണ ദിവസത്തേക്കാൾ പല മടങ്ങ് ശക്തിയോടെ പ്രവർത്തിക്കും എന്നാണ് വിശ്വാസം. ഇത് തന്നെയാണ് പലരും പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനവും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെയാണ് നമ്മൾ ആകർഷിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഒരു ആഗ്രഹം ഫലമായി മാറാൻ സമയമെടുക്കും. പക്ഷേ അക്ഷയ തൃതീയ ദിവസം ആ പ്രോസസ്സ് വളരെ വേഗത്തിൽ നടക്കും. അതിനാൽ അക്ഷയ തൃതീയ ദിവസം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതിൽ വളരെയധികം ശ്രദ്ധ വേണം. എനിക്ക് പണം വേണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ സമ്പന്നനാകുന്നു എന്ന് അനുഭവിക്കുക. അതായത് നിങ്ങൾക്ക് പണം ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്ന്, ആ ഒരു സന്തോഷം നിങ്ങളിൽ ഉണ്ടായി എന്ന ആ ഒരു അനുഭവമാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് ഭാഗ്യം കിട്ടുമോ എന്ന സംശയത്തിന് പകരം ഭാഗ്യം എനിക്ക് വരുന്നു എന്ന വിശ്വാസം ഉണ്ടാക്കുക. ഇതാണ് മാനിഫെസ്റ്റേഷന്റെ രഹസ്യം. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം സാധ്യമാകുമോ, യാഥാർത്ഥ്യമാവുമോ എന്ന സംശയം കൂടി നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കേൾക്കുന്ന ഭാഗം ലോട്ടറി ഭാഗ്യം ശരിക്കുമുണ്ടോ എന്നാണ്. ഉത്തരം അതെ. പക്ഷെ അത് എല്ലാവർക്കും ഒരേ രീതിയിൽ ലഭിക്കില്ല. ലോട്ടറി എന്നത് വെറും ലക്ക് മാത്രമല്ല, അതൊരു പ്രോബബിലിറ്റി, അതിൻ്റെ കൂടെ ടൈമിങ്, എനർജി അലൈൻമെന്റ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഭാഗ്യമാണ്, ലക്കാണത്. ചില സമയങ്ങളിൽ ചില ആളുകളുടെ എനർജി അവരെ വലിയ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ജീവിതം മാറി മറിയുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചില നക്ഷത്രങ്ങൾ അത്തരം അലൈൻമെന്റ് ഫേസിലാണ് ഇപ്പോൾ. അതായത് അവർ ചെയ്യുന്ന ചെറിയൊരു ശ്രമം പോലും വലിയ ഫലമായി മാറാൻ സാധ്യതയുള്ള സമയമാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ നിങ്ങൾ ഒഴിവാക്കണം. ലോട്ടറി ഭാഗ്യം എന്നത് കൈകഴുകി കാത്തിരിക്കണം എന്നതല്ല. അതൊരു അവസരം മാത്രമാണ്. നിങ്ങൾ ശ്രമിക്കണം, അതുപോലെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ പോസിറ്റീവ് എനർജി നിലനിർത്തണം. അപ്പോഴാണ് ആ അവസരം ഫലമായി മാറുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ നക്ഷത്രത്തിനും ചില ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന, ചില വസ്തുക്കൾ വാങ്ങാൻ, അതുപോലെ തന്നെ ദാനം ചെയ്യാൻ. ഇവയെല്ലാം വെറും ആചാരങ്ങൾ മാത്രമല്ല, ഇതൊരു സിഗ്നലാണ്. ബ്രഹ്മാണ്ടത്തോട് നിങ്ങൾ അയക്കുന്ന ഒരു സന്ദേശം, യൂണിവേഴ്സിന് നിങ്ങൾ അയക്കുന്ന ഒരു സന്ദേശം, ഞാൻ തയ്യാറാണ് എന്നൊരു സിഗ്നൽ. നിങ്ങളൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ചെറിയ ദാനം പോലും വലിയ അനുഗ്രഹമായി തിരികെ വരുന്നത്.
പിന്നെ ഒരു ചെറിയ രഹസ്യം കൂടി. ഈ 9 നക്ഷത്രങ്ങളിൽ ഒരാൾ പോലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ മുഴുവൻ ഈ പോസിറ്റീവ് എനർജി പകരും. കാരണം എനർജി ഒരാൾക്കുള്ളിൽ മാത്രം നിൽക്കില്ല, അത് ചുറ്റുമുള്ളവരിലേക്കും പകരും. അതിനാൽ ഈ ദിവസം വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുക. കലഹങ്ങൾ ഒഴിവാക്കുക. നല്ല വാക്കുകൾ സംസാരിക്കുക. ഇവയെല്ലാം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ഇങ്ങനെ അക്ഷയ തൃതീയ എന്ന ഈ ദൈവീക ദിനം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായി മാറാൻ കഴിയുന്ന ദിവസമാണ്. പക്ഷെ ഇവിടെ ഒരു സത്യത്തെ നമ്മൾ മറക്കരുത്. ഭാഗ്യം എന്നത് നമ്മൾ കാത്തിരിക്കേണ്ട ഒന്നല്ല, അത് നമ്മൾ സൃഷ്ടിക്കേണ്ട ഒന്നാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ട ഓരോ കാര്യവും ഒരു വഴികാട്ടിയാണ്. പക്ഷേ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ തന്നെ മാറണം. നിങ്ങളുടെ ചിന്തകൾ മാറ്റണം. നിങ്ങളുടെ വിശ്വാസം ശക്തമാക്കണം. നിങ്ങളുടെ പ്രവൃത്തികൾ ശുദ്ധമാക്കണം. അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ നല്ല പ്രവൃത്തി നാളെ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ കഴിയുന്ന ഒന്നായി മാറും. ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ ദാനം, ഒരു ചെറിയ വിശ്വാസം, ഇവയാണ് വലിയ അത്ഭുതങ്ങളുടെ തുടക്കം. അതുകൊണ്ട് ഈ അക്ഷയ തൃതീയ ദിനം വെറുതെ പോകാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കുക. നിങ്ങളുടെ വീടിനെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുക. അതോടെ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അവസാനം ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതമായി മാറും. അതിനാൽ നല്ലത് വിശ്വസിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക. നിങ്ങളുടെ ജീവിതം സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറവിൽ നിറഞ്ഞിരിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അക്ഷയ തൃതീയ ആശംസകൾ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.